ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ചിരവയുടെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിരവയെന്ന് പറയുമ്പോൾ അത് താറ്റിയുടെ മോട്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചകിരി താറ്റുന്ന താറ്റിയുടെ മോട്ടറാണ്. ആ മോട്ടർ വെച്ചിട്ടാണ് നമ്മളിത് ചിരവ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടൊരു തേങ്ങ ചിരവുന്ന ഒരു ചിരവയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഇതൊരു താറ്റിയുടെ മോട്ടറാണ്. അപ്പോൾ ആ മോട്ടർ നമ്മൾ ഒരു പഴയ താറ്റിൽ നിന്നും ശേഖരിച്ചെടുത്തൊരു മോട്ടറാണ്. ആ മോട്ടറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിരവയുടെ നാക്കാണ്. ഇത് നമ്മളൊരു ചിരവയുടെ മെയിൻ്റനൻസ് ഷോപ്പിൽ നിന്ന് വാങ്ങിയൊരു നാക്കാണ്. 150 രൂപയാണ് നാക്കിന് കിട്ടിയത് വില വന്നത്. അത് നമ്മളിത് ഷാഫ്റ്റിൽ കയറ്റിയിട്ട് കറക്റ്റ് അലൈൻമെൻറ്റ് നോക്കി വെൽഡ് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് വെൽഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഒരു രീതിക്ക് ഒരു ചെറിയൊരു മാർക്ക് കൊടുത്തിട്ട് അവിടെ ടാക്ക് അടിച്ചെടുക്കുമായിരുന്നു. ഇപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് കാണാം 3 സ്ഥലത്തായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് വെക്കുന്ന ഒരു മെയിൻ്റനൻസ് വന്നു കഴിയുമ്പോൾ ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റ് ഊരുകയോ വല്ലതും ചെയ്യേണ്ടി വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആ നാക്ക് നമുക്ക് ഊരിയെടുക്കാവുന്ന രീതിയിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ മെയിൻ്റനൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് എളുപ്പം പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മോട്ടർ 1 ഹോഴ്സ് പവറിൻ്റെ മോട്ടറാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മൾ വെൽഡ് ചെയ്തെടുത്തതാണ്. 3/4 ഇഞ്ച് സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് വെൽഡ് ചെയ്തെടുത്തതാണ്. ഒരു സ്റ്റൂളിൻ്റെ മാതൃകയിലാണ് ഇത് ചെയ്തത്. ഒരു സ്റ്റൂളും അതിൻ്റെ താഴെ ഒരു തട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് താഴത്തെ സ്റ്റാൻഡിൽ മോട്ടർ വരികയും മേളിൽ നമുക്ക് കയറി ഇരുന്ന് തേങ്ങ ചിരവാകുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അത് ആർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രൈമർ അടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ച് ഒന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മളിത് വെൽഡ് ചെയ്തതൊക്കെ നമ്മൾ ഒരു വെൽഡിങ് ഷോപ്പിൽ പോയിട്ടാണ് ചെയ്തത്. ഇത് റെഗുലേറ്ററും ഒരു സ്വിച്ചും നമ്മൾ ചെയ്തെടുത്തതാണ്. ഒരു സ്വിച്ച് ബോർഡിൽ ഇത് നമ്മുടെ മോട്ടർ നല്ല സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് സാധാരണക്കാരന് ഇതൊരു വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാനാണ് റെഗുലേറ്റർ വെച്ചിരിക്കുന്നത്. സ്ലോയിലിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ തേങ്ങ തരുമാം. പിന്നെ നമുക്ക് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യും. ഇതൊരു ബക്കറ്റാണ്. ആ ബക്കറ്റിന് നടുഭാഗം നമ്മൾ ഇതുപോലെ ഒരു ഹോൾ എടുത്തിട്ട് 3 സൈഡിലായിട്ട് വേറെ നട്ട് ബോൾട്ട് ഇടാനുള്ളൊരു ഹോൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മോട്ടറിലോട്ട് കയറ്റി വെച്ചിട്ട് നട്ട് ബോൾട്ട് ചെയ്യാനാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ തേങ്ങ തെറിച്ചൊന്നും പോകത്തില്ല. ചിരവുന്ന തേങ്ങ ഇതിനകത്ത് തന്നെ വന്ന് കിടക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന റൂമിൽ മൊത്തം ഈ തേങ്ങ ചിരവി വീഴും. അപ്പോൾ ഇതതിൻ്റെ അടപ്പാണ്. ഈ അടപ്പും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കാര്യം ഇത് അടച്ച് ഏതെങ്കിലും മൂലയ്ക്ക് മാറ്റി വെച്ചാൽ ആരുടെയും കാലയിലൊന്നും കൊണ്ട് കയറത്തില്ല. പിന്നെ നമുക്കിത് വീട്ടിൽ അടുക്കളയിൽ എവിടെയെങ്കിലും സ്റ്റൂളായിട്ട് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഒരു പലക എടുത്തിട്ടുണ്ട്. ഈ പലക നമ്മൾ ഇത് ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ താഴെ വെച്ചിട്ട് നമ്മൾ സെൽഫ് സ്ക്രൂ വെച്ച് ചെയ്തെടുത്തതാണ്. ഇനി ഇതിൻ്റെ ഇതുപോലെ കണ്ട താഴോട്ട് കയറ്റി വെച്ചിട്ട് സെൽഫ് സ്ക്രൂ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലാണ് നമ്മളിനി മോട്ടറും കാര്യങ്ങളും ചെയ്തത്. ഇതിപ്പോൾ അവിടെ ഒരു സ്ക്രൂ ചെയ്തിട്ടുണ്ട്, അവിടെ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 ഭാഗത്തായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് സ്ക്രൂ ചെയ്യണം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അഴിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ മോട്ടറിന് പിടിപ്പിക്കാൻ വേണ്ടി ഇട്ട ഹോളാണ്. മോട്ടർ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഡ്രില്ല് വെച്ച് ഈ ഹോൾസ് എല്ലാം ഇട്ടത്. ഇനി നമുക്ക് മോട്ടർ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. ഇത് ഇവിടെ തൽക്കാലം ഒന്ന് വെച്ചിട്ട് ഇത് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമ്മൾ പെയിൻ്റ് അടിച്ചത് അനിയൻ്റെയൊക്കെ കയ്യിലാണ് കൊടുത്തത്. അനിയനും അവൻ്റെ കൂട്ടുകാരുമാണ് ആയിരുന്നു പെയിൻ്റ് അടിക്കുന്നത്. പെയിൻ്റ് നമ്മൾ ചൂസ് ചെയ്തൊരു ഓറഞ്ച്, അത് KTM ഓറഞ്ച് കളറാണ്. ഒരു ഓറഞ്ച് കളറാണ്. അതാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കളറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചിരവ് നമുക്ക് ചെയ്തെടുക്കാൻ തോന്നിയെന്ന് പറയുന്നത് നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. കാര്യം നമ്മളിപ്പോൾ ഒരു മുറി തേങ്ങ 15 മിനിറ്റ് കൊണ്ട് സാധാ ചിരവയിൽ ചിരവി എടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അരമുറി തേങ്ങ നിസ്സാരമായിട്ട് ചിരവി എടുക്കാൻ കഴിയും. വളരെ ഫാസ്റ്റാണ് ഈ മോട്ടർ. അപ്പോൾ അതിൻ്റെ ബാലൻസിങ്ങും കാര്യങ്ങളും ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചപ്പോൾ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് പോലെ തോന്നിയെങ്കിലും പിന്നീട് അത് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. റെഗുലേറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബാലൻസ് ആയി കഴിയുമ്പോഴത്തേക്കും സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റിന് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് വീഡിയോ ഇടുന്നത് ഇതുണ്ടാക്കി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നല്ലൊരു ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതും നമുക്ക് അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും നമുക്ക് ക്ലിയറായിട്ട് പറയാനും ഒക്കെ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞ് ഉള്ള ലുക്ക് എന്ന് പറയുന്നത്, ഫൈനൽ ലുക്ക്. അങ്ങനെ നമ്മളിത് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ബാക്കി അസംബിൾ ചെയ്തെടുക്കണം. അസംബിൾ എടുത്തു കഴിഞ്ഞ് ഇത് വർക്ക് ചെയ്യിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. നല്ല രീതിയിൽ ചിരവി എടുക്കാൻ കഴിയുന്നുണ്ട്. ഫുൾ അസംബിൾ ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി.
അപ്പോൾ ഇത് കണ്ടോ, നിസ്സാരമായിട്ടാണ് ഇത് ചിരവി എടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി കറക്റ്റിന്. അപ്പം ഇരിക്കുന്നിടത്ത് സീറ്റ് കവർ ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് അതിൽ സെൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണിത് വർക്ക് ചെയ്യിച്ചെടുത്ത്. കണ്ടോ, നിസ്സാരമായിട്ട് അത്രയും തേങ്ങ അതിനകത്ത് ചിരവി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൈകൊണ്ട് എടുത്ത് കാണിക്കുമ്പോൾ അത് കണ്ടോ, നിസ്സാരമായിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെയും ബൈ.